ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 പിക്ചേഴ്സ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെയിൻ എനർജി എന്താണ്, ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 1ൻ്റെ താങ്ക് യു. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി, 2 ഓഫ് കപ്സ്, 6 ഓഫ് സോഡ്സിൻ്റെ എനർജി, ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിൽ 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം മെയിൻ ഒരു തീമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇമോഷണൽ എനർജിയാണ്. അത് സ്നേഹമാകാം, ഓക്കെ, അല്ലെങ്കിൽ ദേഷ്യമാകാം, അല്ലെങ്കിൽ വിട്ട് കളയാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കാം. ഒത്തിരി ഇമോഷണൽ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് കപ്സിലും കുറച്ചൊന്ന് ടയർഡായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒത്തിരി സ്ട്രഗിളിൽ കൂടെ കുറച്ച് പേര് കുറേ നാളായിട്ട് കടന്നു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ റീസെൻ്റ്ലി എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങളെ അപ്സെറ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടുന്നതായിട്ട്, അല്ലെങ്കിൽ എല്ലാം ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോകണം, ഒന്നിനോടും താല്പര്യമില്ല, ആ ഒരു മെയിൻ എനർജിയാണ് എനിക്ക് ഇന്നത്തെ ദിവസം ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഇവിടെ കാണുന്നത് 2 ഓഫ് എന്താ പറയുക കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഈ ഒരു ദിവസം കുറച്ചൊരു സ്നേഹം, കുറച്ചൊരു കാരുണ്യത്തിൻ്റെ എനർജി, കമ്പാഷൻ്റെ എനർജി, ഓക്കെ, അത് നിങ്ങളുടെ ഉള്ളിലെ ഒത്തിരി പാസ്റ്റ് വൂൺസ്, പാസ്റ്റിലെ നഷ്ടപ്പെട്ട എനർജി തിരിച്ചു കൊണ്ടുവരാനായിട്ട്, ഹീലിങ്ങിലോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മെൻ്റൽ ടെൻഷൻ, ഓക്കെ, ആങ്സൈറ്റി, നിങ്ങളെന്തെങ്കിലും ഡിസ്റ്റർബ്ഡ് ആയിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട്, സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 6 ഓഫ് സോഡ്സിൽ വന്നിട്ട് കുറച്ച് പേരെന്തെങ്കിലും ഡിസിഷൻസ് എടുത്തിട്ട്, തീരുമാനമെടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ്, ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് പറയുന്നത്, അതിൻ്റെ സൊല്യൂഷനായിട്ട് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കുടുംബം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ മനസ്സിനോട് ചേർത്ത് വയ്ക്കുന്ന ആ ഒരു എനർജി, ഓക്കെ, ഹോം ആണെന്ന് കരുതുന്ന എനർജി, ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു ഹോംലി ഫീലിംഗ്, അല്ലെങ്കിൽ വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കംഫർട്ട്, ഓക്കെ. അപ്പോൾ അതെല്ലാം തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഞാൻ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, അവിടെ എന്ത് ന്യൂ ബിഗിനിങ് ആണ് കൊണ്ടുവരേണ്ടത്, എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബം, അല്ലെങ്കിൽ ഹോൾ ആ ഒരു എനർജിയിൽ എങ്ങനെ ഒരു കംപ്ലീറ്റ്നെസ് കൊണ്ടുവരാം, ഒരു ന്യൂ ബിഗിനിങ്, ഫ്രഷ് എനർജി എങ്ങനെ ആഡ് ചെയ്യാം, ഓക്കെ, അതിൽ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ കുറച്ച് പേർക്ക് ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടാകാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക വാക്കുകൾ കൊണ്ടിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഹേർട്ട് ആകുന്നുണ്ടാകാം. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സൊല്യൂഷൻസ് എന്താണ്. ചില സമയത്ത് നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കേണ്ട ആവശ്യം വരുന്നുണ്ടാകാം, ചില സമയത്ത് നമ്മൾ കറക്റ്റ് സ്റ്റാൻഡ് എടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടാകാം, ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടാകാം. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാനായിട്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ ആ ഒരു സ്ട്രഗിളിൽ കൂടെ ഇന്നത്തെ ദിവസം കടന്നു പോകുന്നുണ്ടെങ്കിൽ. അതല്ലാതെ ഇവിടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി സ്ട്രോങ് ബോണ്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികം പരിചയമില്ലാത്തൊരു വ്യക്തിയും ആകാം, ഓക്കെ, ഒരു സ്ട്രേഞ്ചറിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടായിരിക്കാം, എന്തെങ്കിലും നല്ല നല്ല വാക്കുകൾ കേൾക്കാനായിട്ട്, ഓക്കെ, അതും നിങ്ങളെ കുറച്ചൊന്നൊരു ബാലൻസിലോട്ട് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേരെ സഹായിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ പാർട്ട്ണർഷിപ്പ്, യൂണിയൻ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക, തീരുമാനമെടുക്കുക, ഉറച്ചു നിൽക്കുക, ആ ഒരു ബ്ലെസ്സിങ് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നിങ്ങളുടെ എനർജി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം, ആൻസർ ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം, ട്രാവൽ, യാത്രകൾ,
അതും നിങ്ങളെ ഒത്തിരി ടയേർഡാക്കി നിർത്തുന്നുണ്ടാകാം. അപ്പോൾ അതിന് നിങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് വോയിസ് റെസ്റ്റിൻ്റെ ആവശ്യം വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കാലുകൾ കുറച്ചും കൂടെ കെയർഫുള്ളാകുക. ഓക്കെ, കുറച്ചൊന്ന് റെസ്റ്റ് കൊടുക്കാനായിട്ടും ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പാൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. പാൽ നമ്പർ 2യുടെ ഗൈഡൻസ് എന്താണ്? താങ്ക് യു. ദ വേൾഡിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് നെക്സ്റ്റ് 21 ഡേയ്സ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ആ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി ബ്ലെസ്സിങ്സ് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് സക്സസിൻ്റെ എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് ഹോം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്സ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ചേഞ്ചസ് വരുന്നതാണ്. നിങ്ങളുടെ മനസ്സിലെ പേടി, ഭയം, അതെല്ലാം കുറച്ചും കൂടെ ഫേസ് ചെയ്യാനായിട്ട് കുറച്ച് പേര് റെഡി ആയിട്ടിരിക്കുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേൾഡിൽ വന്നിട്ട് അച്ചീവ്മെൻറ്റിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്, എന്തെങ്കിലുമൊക്കെ സക്സസ്, നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. എന്തെങ്കിലും ടഫായിട്ടുള്ള സിറ്റുവേഷൻ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതായിട്ട് നിങ്ങളുടെ സ്പിരിച്വൽ ടീം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി ഡയറക്ഷൻസ് ലഭിക്കുന്നുണ്ടാകാം, ഗൈഡൻസ് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പല ഓപ്ഷൻസും തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജി, നിങ്ങളുടെ വേർഡ്സ്, നിങ്ങളെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സംസാരിക്കുന്നത്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, അതിലെല്ലാം ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഷിഫ്റ്റ്, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പവറിലാണ്. ഓക്കെ, നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ഡിസിഷൻസ്, എല്ലാ കാര്യങ്ങളിലും കുറച്ചൊരു സ്ട്രെങ്ത്ത്, കുറച്ചൊരു കോൺഫിഡൻസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എഗെയിൻ ഒരു പ്രൊട്ടക്ഷൻ്റെ എനർജിയാണ്. ചിലപ്പോൾ പ്രൊട്ടക്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കരിയർ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേര് നിങ്ങളുടെ ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസും ഈ ഒരു സമയങ്ങളിൽ എടുക്കുന്നുണ്ടാകാം. ഇവിടെ 10 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 10 വന്നിട്ട് എൻഡിങ്സ് ആണ് കാണിക്കുന്നത്. എഗെയിൻ ഡെത്തും എൻഡിങ്സ് ആണ് കാണിക്കുന്നത്. ഇവിടെ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമയത്ത്, നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻസും ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് സഡനായിട്ട് എൻഡ് ആകുന്നുണ്ടാകാം. ചിലപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ക്ലോഷർ ലഭിക്കുന്നുണ്ടാകില്ല. എന്തുകൊണ്ടിട്ടാണ് അത് സംഭവിച്ചത്? ഓക്കെ, ആ ഒരു കൺഫ്യൂഷൻ കുറച്ച് പേരുടെ ഉള്ളിലുണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്നത് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനാണ്. ഓക്കെ, സ്പിരിച്വാലിറ്റിയുടെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ, ആ ഒരു വ്യൂ പോയിന്റിൽ, ആ ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ജഡ്ജ്മെൻറ്റ് എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ചിലപ്പോൾ പലപ്പോഴും നമ്മൾ ഈശ്വരനെ അല്ലെങ്കിൽ യൂണിവേഴ്സിനെ കുറ്റപ്പെടുത്തുന്നുണ്ടാകാം ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ. പക്ഷെ നമ്മളറിയാതെ തന്നെ അതിൻ്റെ ആ ഒരു സീനിൻ്റെ ബാക്കിൽ, ബിഹൈൻഡ് ദ സീനിൽ പല എനർജീസും ഉണ്ടാകാം. നമുക്കറിയാതെ ഒളിച്ചിരിക്കുന്ന പല എനർജീസും ഉണ്ടാകാം. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ എനർജിയിൽ സത്യസന്ധമായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, നിങ്ങളുടെ ഇൻറ്റൻഷൻ എത്രത്തോളം പ്യുവർ ആകുന്നു, ഓക്കെ, അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഫേവറബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം, പക്ഷേ യൂണിവേഴ്സിന് അങ്ങനെ തോന്നുന്നുണ്ടാകില്ല. മുന്നോട്ട് വരണ സമയത്ത് അതൊരു കോൺഫ്ലിക്റ്റിലോട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ടാകാം. അപ്പോൾ അതായിരിക്കാം പല സിറ്റുവേഷൻസും ഇവിടെ എൻഡായി പോകുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ സ്റ്റക്കായി പോകാതിരിക്കുക, കടിച്ചു തൂങ്ങി നിൽക്കാതിരിക്കുക. ഓക്കെ,
മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഗൈഡൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇത് പാസ്റ്റിൽ ഓൾറെഡി എൻഡ് ചെയ്ത പല എനർജീസ് ആയിരിക്കാം, മെമ്മറീസ് ആയിരിക്കാം. അത് നിങ്ങളെ ഒത്തിരി അപ്സെറ്റ് ആക്കുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങളോട് എസ് പറയാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. ഫൈനലായിട്ട് ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ് എന്താണ്? ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്, ഇൻഡിപെൻഡൻസ് ആണ്. ഓക്കെ, സ്വാതന്ത്ര്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട്, സന്തോഷം കണ്ടെത്താനായിട്ടും ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.